പൊന്നാനിയിൽ അടച്ചിട്ട വീട്ടിൽ നിന്ന് 350 പവൻ മോഷ്ടിച്ച സംഭവത്തിൽ 3 ആഴ്ചയ്ക്ക് ശേഷം മോഷ്ടാവിന്റെ CCTV ദൃശ്യം പുറത്തുവിട്ട് പോലീസ്. കഴിഞ്ഞ മാസം 13-ന് ശനിയാഴ്ച പുലർച്ചെയാണ് പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപത്തെ വീട്ടിൽ നിന്ന് കവർച്ച നടന്നത്. പ്രതികളെ കണ്ടെത്താൻ തിരൂർ DYSP PP ഷംസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. മോഷണം നടന്ന വീടിന് സമീപത്തെ CCTV ഉൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. ഡോഗ് സ്ക്വാഡ് പരിശോധനയിൽ സമീപത്തെ സംസ്ഥാന പാത വരെ നായ എത്തിയിരുന്നു. മൊബൈൽ ടവർ പരിശോധനയും പോലീസിന് വലിയ കടമ്പയാണ്. സമീപത്ത് തിയേറ്റർ ഉള്ളതിനാൽ മോഷണം നടന്ന രാത്രിയിൽ 1000-ലധികം ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തേണ്ട സ്ഥിതിയാണ്. ഇതിനിടെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി വന്നതോടെ ദിവസങ്ങളോളം അന്വേഷണം നിർത്തിവെക്കേണ്ടി വന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. 2 ആഴ്ച പിന്നിട്ടിട്ടും പ്രതിയിലേക്ക് എത്തുന്ന പ്രധാന ലീഡ് ലഭിച്ചിട്ടില്ല. ഇതേ തുടർന്നാണ് പോലീസ് പൊതുജനങ്ങളുടെ സേവനം തേടി CCTV ദൃശ്യം പുറത്തുവിട്ടത്. ദുബായിൽ ജോലി ചെയ്യുന്ന മണപ്പറമ്പിൽ രാജീവിന്റെ വീട്ടിലാണ് 13-ന് പുലർച്ചെ മോഷണം നടന്നത്. ദിവസങ്ങൾക്ക് മുൻപ് രാജീവിന്റെ ഭാര്യയും ദുബായിലേക്ക് പോയതായിരുന്നു. ഇതോടെ വീട്ടിൽ ആരുമില്ലാത്ത സാഹചര്യമാണ് മോഷ്ടാക്കൾ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. വീടിന്റെ പിൻവാതിൽ കുത്തി തുറന്നാണ് അകത്തു കയറിയിരിക്കുന്നത്. CCTV പൂർണ്ണമായും തല്ലിത്തകർത്തു. കൃത്യമായ ആസൂത്രണ മോഷണത്തിന് പിന്നിലുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. അകത്തു കയറിയ മോഷ്ടാക്കൾ സ്വർണം മാത്രമാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. മറ്റൊന്നും കാര്യമായി അകത്തുനിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. അകത്ത് അലമാരയിലെ ലോക്കർ കുത്തി തുറന്ന് സ്വർണം അപഹരിക്കുകയായിരുന്നു. CCTV ദൃശ്യത്തിൽ കാണുന്ന ആളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പൊന്നാനി പോലീസിനെ അറിയിക്കണമെന്ന് പൊന്നാനി CI അറിയിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.